ഹായ് ഹലോ, മറ്റൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. +2 കഴിഞ്ഞാൽ എങ്ങനെ എയർപോർട്ടിൽ ജോലി നേടാം? ഡിഗ്രി PG ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എയർപോർട്ടിൽ ലഭ്യമായ ജോലി അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എയർപോർട്ടിലെ ജോലികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അറിയേണ്ടത് 3 പ്രധാന സർക്കാർ ഏജൻസികളെ കുറിച്ചാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, CISF, ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ. ഇവയാണ് എയർപോർട്ടിലെ സുരക്ഷയും ഓപ്പറേഷനുകളും നിയന്ത്രിക്കുന്നത്. ഇവിടെയുള്ള ജോലികൾക്ക് UPSC പോലുള്ള കേന്ദ്ര സർക്കാർ പരീക്ഷകൾ വേണം. പക്ഷേ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഇന്ന് പ്രൈവറ്റ് കമ്പനികളിലാണ്. ഇൻഡിഗോ, എയർ ഇന്ത്യ, വിസ്താര, എയർ ഏഷ്യ, സ്പൈസ് ജെറ്റ് പോലുള്ള എയർലൈൻസും സിയാൽ പോലുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളും വലിയ തോതിൽ റിക്രൂട്ട് ചെയ്യാറുണ്ട്. എയർപോർട്ടിൽ ലഭ്യമായ പ്രധാന ജോലികൾ എന്തൊക്കെയെന്ന് നോക്കാം. കൗണ്ടർ സ്റ്റാഫ്, ടിക്കറ്റ്, ഫ്ലൈറ്റ് ഇൻഫർമേഷൻ, കസ്റ്റമർ സപ്പോർട്ട്. ചെക്ക് ഇൻ സ്റ്റാഫ്, ബോർഡിംഗ് പാസ് നൽകുക, ലഗേജ് സ്വീകരിക്കുക. വെൽക്കമിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി കഴിഞ്ഞ് യാത്രക്കാരെ ഗൈഡ് ചെയ്യുക. ഇമിഗ്രേഷൻ അസിസ്റ്റന്റ് സ്റ്റാഫ്, BOIനെ സഹായിക്കുന്ന പ്രൈവറ്റ് സ്റ്റാഫ്. ഷാ സ്റ്റാഫ്, CISFനെ സഹായിക്കുന്ന സെക്യൂരിറ്റി റിലേറ്റഡ് സ്റ്റാഫ്. ബോർഡിംഗ് ഗേറ്റ് സ്റ്റാഫ്, ടിക്കറ്റ് വെരിഫൈ ചെയ്ത് യാത്രക്കാരെ ഫ്ലൈറ്റിലേക്ക് ഗൈഡ് ചെയ്യുക. എയർപോർട്ട് ലോഞ്ച് സ്റ്റാഫ്, VIP ലോഞ്ച് സേവനങ്ങൾ കൈകാര്യം ചെയ്യും. ഇതിനു പുറമെ എയർപോർട്ടിനോട് ബന്ധപ്പെട്ട മറ്റു ജോലികളും ധാരാളമുണ്ട്. ബാഗേജ് ഹാൻഡ്ലിംഗ്, കാർഗോ, കേറ്ററിംഗ്, എയർക്രാഫ്റ്റ് ക്ലീനിംഗ്, എക്യുപ്മെന്റ് ഹാൻഡ്ലിംഗ്, മാർഷലിംഗ്, ലോഡ് ആൻഡ് ട്രിം ഓപ്പറേഷൻസ് എന്നിവ. ഫ്ലൈറ്റിനകത്ത് ക്യാബിൻ ക്രൂ, എയർ ഹോസ്റ്റസ്, സ്റ്റേവാർഡ്, പൈലറ്റ് തുടങ്ങിയ തസ്തികകളും ഉണ്ട്. ക്വാളിഫിക്കേഷൻ എന്തുമാട്ടെ, എയർപോർട്ടിലും എയർലൈൻസിലും നിരവധി ജോലി മേഖലകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരത്തിൽ കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.